ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചൺ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ മദ്രസൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ നമ്മൾ മദ്രസക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ, മക്കളെ വിടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആദ്യം തന്നെ ചായ വന്ന് ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ചായ ലുല്ലക്കാണ് കേട്ടോ മദ്രസ്. അപ്പോൾ അവൾക്ക് ഇല്ല ചായ കൊടുത്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ. അപ്പോൾ അതിനെ ചായയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് മുറ്റത്ത് വന്ന് നോക്കുന്നുണ്ടോ. അപ്പോൾ മുറ്റത്ത് പട്ട വീണിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വന്ന് നോക്കൂട്ടോ. ചിലപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട് മുറ്റത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നീച്ച പാടെ വന്ന് മുറ്റത്തേക്കൊന്നും നോക്കാനുള്ള സമയം കിട്ടലില്ല. അപ്പോൾ ഏതായാലും ചായക്കാട് വെള്ളം വെച്ചിട്ട് പട്ട എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഭാഗത്തേക്കാണ് മാറ്റി കൊടുക്കാനേ. പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് സാവകാശം ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെള്ളം തളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലൊക്കെ വെച്ചിട്ട് പിന്നെ അവൾക്ക് ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. നമ്മുടെ ചായ അവൾ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മദ്രസൊക്കെ ഇപ്പോൾ ഒരുപാട് ഒഴിവ് കഴിഞ്ഞ് തുറക്കണതുകൊണ്ട് നീക്കാൻ നല്ല മടിയാണ്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ മുന്നേ വിളിച്ച് തുടങ്ങണം കേട്ടോ, എന്നാലാണ് സമയത്തൊക്കെ നീക്കുക. മക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, വെക്കേഷൻ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തിനും മടിയാണ്. മറ്റേത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പതിവ് മുറ പോലെ പോവും. പക്ഷേ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇളവ് നമുക്ക് വരികയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലേ, ജോലിയിലൊക്കെ കുറച്ച് ബേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് ഇനി അവളെ പോയി വിളിക്കട്ടെ കേട്ടോ. അവൾ എണീറ്റാൽ പിന്നെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എണീക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. പിന്നെ മക്കളല്ലേ, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അവളെ വിളിച്ച് ബാത്റൂമിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ വന്നിട്ടൊരു ഗ്ലാസ് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നിസ്കാരം കഴിഞ്ഞ് വന്ന് വീണ്ടും കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചുകൊടുക്കാൻ നിന്നില്ല, കാരണം പഴയ പോലെ നമ്മൾ റൂട്ടീനൊക്കെ മാറിയല്ലോ. പഴയ പോലെ ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഒരുപാട് ഉണ്ട് കേട്ടോ രണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലുല്ല റെഡിയായി വന്ന് അവൾക്ക് ചായയും കൊടുത്തിട്ട് പിന്നെ ഞാൻ അവളെ ആക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പിന്നെ ഈ ഡെയിലി കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ തുടരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പീഡാക്കുന്നുണ്ട് എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നടത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്തൊരു പരിപാടിയാണെങ്കിലും നമ്മൾ എന്താണ് കച്ചവടം, ബിസിനസ്, ജോലി എന്താണെങ്കിലും നമ്മൾ വീട്ടുകാര്യം ചെയ്തിട്ട് മതി കേട്ടോ ബാക്കിയുള്ള എല്ലാതും. കാരണം കുടുംബത്തിന് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. കുട്ടികൾക്ക്, വീടിന്, നമ്മുടെ ഇക്കമാർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. കാരണം നമുക്ക് പിന്നെ എന്തെന്നെ ആണെങ്കിലും നമ്മുടെ സപ്പോർട്ടായിട്ട് അവർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണ് കേട്ടോ ജീവിതം എത്ര തിരക്ക് പിടിച്ചതാണെങ്കിലും നമുക്ക് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അങ്ങനെ ഞാൻ പുറത്ത് വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉപ്പേരിക്ക് കുറച്ച് ക്യാബേജ് എടുക്കണം. പിന്നെ ഇന്ന് കുറച്ച് സമൂസൻ്റെ മസാല കുറച്ച് കൂടുതൽ ഷോപ്പിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിലത്തെ ആളൊന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മസാല ആക്കി തരാമെന്നുള്ളത്. മസാല ആക്കി കൊടുത്താൽ പിന്നെ അത് ഉണ്ടാക്കാനൊക്കെ ഷോപ്പിൽ ആളുണ്ട് കേട്ടോ. കാരണം മസാലയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ആളൊന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിയാക്കാനും കുറച്ച് വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാനും ഒക്കെ പാടായിട്ട് ഞാൻ കുറച്ച് ക്യാബേജും മല്ലിയിലയും ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വെള്ളം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചപ്പാത്തി മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. 10 കൈയൊക്കെ വേണമെന്നുള്ളത് അല്ലേ, അങ്ങനെയാണല്ലോ. ചില നേരത്തെ നമുക്ക് ഏത് പണിയെടുത്താലും കഴിയാത്ത പോലെ ഉണ്ടോ, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തീർക്കാമെന്നുള്ളൊരു ബത്തപ്പാടിയിരിക്കും. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇനി ആ പച്ചക്കറിയുടെ മാറ്റി വെച്ചിട്ട് പിന്നെ ചപ്പാത്തിൻ്റെ മാവ് ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവും നമ്മൾ ഒരേ കയ്യത്തിന് ദൂരത്ത് വെച്ചാൽ നമുക്ക് എല്ലാ പണികളും ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് കൊടുന്ന് വെക്കലാണ്. കാരണം അകത്ത് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിയാൻ പിന്നെ ഒരുപാട് കിച്ചണിലൊക്കെ പണികൾ പിടിച്ചാൽ എനിക്ക് പോകാനുള്ള സമയം ഒത്തിരി വൈകുമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ മിക്കവാറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ചെയ്യൽ. ഇവിടെയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒന്നിച്ചാണ്ട് ക്ലീൻ ചെയ്ത് പോയാൽ മതിയല്ലോ. ഉള്ളിലാവുമ്പോൾ നമുക്ക് എല്ലാം പാടെ ആവുമ്പോൾ എത്തിക്കിട്ടൂല. അപ്പോൾ ഞാൻ വേഗം തന്നെ ചപ്പാത്തി റെഡിയാക്കാൻ നിൽക്കാൻ കേട്ടോ. അച്ഛന് ട്യൂഷനുള്ളതുകൊണ്ട് തന്നെ വേഗം ചായ കുടിച്ചിട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വേഗം 2 ചപ്പാത്തി വേഗം ചുട്ടു കൊടുത്തിട്ട് അവളെ പറഞ്ഞേക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മുടെ ചിക്കൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടും വെജിറ്റബിൾ മസാല സമൂസക്കുള്ള റെഡിയാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറയട്ടോ എന്തിനാണ് മസാലയൊക്കെ ഇവിടെ റെഡിയാക്കണമെന്നില്ല. ഞാൻ വിചാരിക്കും നമുക്ക് കഴിയുന്ന കാര്യങ്ങളല്ലേ എല്ലാം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു മനസ്സ് കൊടുത്താൽ നമുക്ക് എന്തും ഇൻട്രസ്റ്റ് ആയി തീരും കേട്ടോ. പക്ഷേ നമുക്ക് ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ എന്താണെന്ന് വെച്ചാലും നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ചെയ്യാൻ വേണ്ടി നോക്കട്ടോ. അപ്പോൾ പത്തിരി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നതിടക്ക് ഇപ്പം എണീറ്റ് വന്നിട്ടുണ്ടോ. അപ്പോൾ ബാക്കി ഒരു ഗ്ലാസ് ചായ ബെന്നെടുത്ത് പോന്നിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നിന്നു. ഇപ്പോൾ പഴയ പോലെ നമ്മൾ സിറ്റൗട്ടിൽ ഇരിക്കലും സംസാരം ഒക്കെ കുറവാണ് കേട്ടോ. കാരണം നമ്മൾ സ്ത്രീകൾ എവിടെയെങ്കിലും പിന്നെ പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക തിരക്ക്
തിരക്കാണ്. കാരണം നമ്മളെ ഇക്കമാർ പോണ പോലെയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പോൾ പഴയ പോലെ നമുക്ക് അങ്ങനത്തെ ടൈമൊന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ അതൊക്കെ ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ വീണ്ടെടുക്കലുണ്ട് കേട്ടോ. ഞാൻ പറയലുണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം ചിലവാക്കാൻ മറക്കാതിരിക്കട്ടോ. എന്ത് തിരക്കാണെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മുടെ സന്തോഷത്തിനുള്ള ടൈം നമ്മൾ എന്തായാലും എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും നമ്മൾ അതിന് കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. ആ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്തി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ ഞാൻ പാന് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. തീയൊക്കെ കുറച്ച് കൊടുത്തിരുന്നു. അപ്പം പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കലായിട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പാനൊക്കെ ഇതാ അടിയിൽ പിടിക്കാൻ തുടങ്ങിട്ടോ. നമ്മൾ കുറേ ഇങ്ങനെ ചപ്പാത്തി തന്നെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ പാനിൻ്റെ അടിയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ എത്ര നമ്മൾ നല്ല നല്ല നോൺ സ്റ്റിക്ക് വാങ്ങി നോക്കിയാലും നമ്മളെ പരിപാടികൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക പാനൊക്കെ കിടന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സാധാ മൺചട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ചുടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കേട്ടോ നല്ല സൂപ്പറായിട്ട് ചുടാൻ പറ്റുക. ഈ ഫ്രൈ പാനൊക്കെ നമ്മളിപ്പോൾ വാങ്ങുന്നത് പെട്ടെന്ന് തന്നെ കേടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രൈ പാനൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എങ്ങനെ വാങ്ങിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കിടന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചപ്പാത്തിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ സമൂസൻ്റെ മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെജ് സമൂസക്ക് വേണ്ടിയിട്ട് മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയും, ഷോപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിക്ക് ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ എന്താ പറയുക, കച്ചവടത്തിനല്ലേന്ന് വിചാരിച്ചിട്ട് അതിലൊരു കളങ്കം വരുത്താറില്ല കേട്ടോ. നമ്മളെങ്ങനെ വീട്ടിലുണ്ടാക്കണം അതേപോലെ തന്നെ കേട്ടോ ഞാൻ കടയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയൽ. കാരണം നമ്മളെ മക്കളിൽ നിന്ന് തന്നെ എവിടെയെങ്കിലും വാങ്ങി കഴിക്കുമ്പോൾ പിന്നെ അതിലൊന്നും കളങ്കം ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കാരണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോഴാണ് കേട്ടോ എല്ലാതും ഒരേപോലെ തന്നെ നല്ല രീതിക്ക് ആയി കിട്ടുക. എന്താ മസാലയൊക്കെ റെഡിയായി അതൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് മസാലയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പിന്നെ എന്താ പറയുക നമ്മുടെ ക്ലീനിങ്ങിലേക്ക് കടക്കാൻ കേട്ടോ. ഓരോ പണികളും ഓരോ ടൈം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാലാണ് നമ്മൾ കരുതിയ സമയത്തേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങും എന്നുള്ളത്. എന്നാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആവാറുണ്ട് കേട്ടോ. എങ്ങനെ ശ്രദ്ധിച്ചാലും കുറച്ച് സമയം എന്തായാലും വൈകും. പിന്നെ എന്താ പറയുക, ഏതെങ്കിലും ഒരു ജോലി അവിടെ ഇട്ടിട്ട് പോട്ടെ എന്ന് വിചാരിക്കാൻ അതും തന്നെ മനസ്സ് സമ്മതിക്കൂല കേട്ടോ. കാരണം നമുക്ക് എല്ലാതും ചെയ്ത് കഴിഞ്ഞ് പോകുന്നില്ല കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്കത് എന്താ പറയുക നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീടിന് എന്താ പറയുക വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം കിട്ടണമെങ്കിൽ എല്ലാതും കഴിയണം. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം തണുത്തിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാൻ. അതിന് ശേഷം ആ മുറ്റടിക്കലാണ്. അപ്പോൾ ഞാൻ രാവിലെ വീണ പട്ടയൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ആ മുറ്റം അടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. മുറ്റം വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്കാൻ കിട്ടും കേട്ടോ. മഴ ഇടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഇലകളൊക്കെ വീണിട്ട് ആകെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലുല്ലുണ്ട് കൂടെ കേട്ടോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക പുല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചെയ്യട്ടമ്മ എന്ന് പറഞ്ഞിട്ട് അത് അവൾ എടുത്തിട്ട് അത് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രഷാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതുകൊണ്ട് ഇങ്ങനെ പുല്ലിലിങ്ങനെ അടിച്ചു വരാനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് പുല്ലൊക്കെ ഇവിടെ ചെറിയ ഗാർഡനാണ് കേട്ടോ, എന്നാലും വേണ്ടില്ല അതിങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ഈസി. മറ്റേത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പെറുക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചൂല് വെച്ച് അടിക്കുമ്പോഴൊന്നും ശരിക്കും വൃത്തിയായി കിട്ടില്ല. ഇതേതായാലും ഇതിങ്ങനെ എന്താ പറയുക നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് കണ്ട് പിന്നെ മുറ്റത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. ഈ മൂച്ചി മറ്റേ ഇലയൊക്കെ നല്ലോണം ഇങ്ങനെ കൊഴിയിട്ടോ. അത് നമ്മളെ മുറ്റത്തേക്കും വീഴലുണ്ട്. അതൊക്കെ ഇങ്ങനെ അടിച്ചു വരാൻ ഇത്തിരി പ്രയാസം തന്നെയാണ്. എന്നാലും വേണ്ടില്ല ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇട്ടാലും പിന്നെ അതൊക്കെ അവിടെ കുറച്ച് ദിവസം അങ്ങനെ കിടക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് സിറ്റ് ഔട്ട് ആദ്യം ക്ലീൻ ആക്കി ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അകത്തേക്ക് പോയാൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒന്ന് കണ്ണോടിക്കും കേട്ടോ. കാരണം എവിടെയെങ്കിലും മാറാലുണ്ടോയെന്നില്ലേ. കാരണം നമ്മൾ എന്താ പറയുക എപ്പോഴും കയ്യെത്താ ദൂരത്തിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ വല്ലാതെ ഇങ്ങോട്ട് ക്ലീനിങ്ങിനും കാര്യത്തിനും നിൽക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അകടിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് ചൂലുകൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. വല്ല മാറാലേ എന്തെങ്കിലും പ്രാണികളോ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തട്ടി കൊടുക്കട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ക്ലീനിങ്ങൊക്കെ ഏകദേശം എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ വീടുണ്ടാവാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തുടച്ചെടുക്കണ്ടോ. അവിടെ തുടച്ചെടുത്തിട്ട് പിന്നെ അകത്തേക്ക് കയറിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട്. അപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിൻ്റെ പണി കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം വിചാരിച്ചു പാത്രങ്ങളൊക്കെ കഴുകി കയറ്റാന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഒന്നിച്ച് കിച്ചൺ അടക്കം ഇങ്ങനെ തുടച്ചിടാന്നാണ് കരുതിയത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ കറിയും കടിയും ചോറും എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എന്നാൽ പിന്നെ കിച്ചൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു 90% പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. പിന്നെ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് അടിച്ചു പോയി തുടക്കാനല്ലേ, അത് അത്ര പണിയായിട്ടൊന്നും തോന്നലില്ല. അപ്പോൾ ആ പണികളൊക്കെ വേഗം തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് ഒക്കെ ഇനി സ്റ്റാൻഡുമ്പോൾ കൊണ്ടുപോയിട്ട് വെച്ച് എന്താ പറയുക കൗണ്ടർ ടോപ്പും സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വേണം അകത്തേക്ക് പോയിട്ട് അകം ക്ലീനാക്കി എടുക്കാൻ. കുറേ കാര്യങ്ങൾ രാത്രി ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ നമുക്ക്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ രാത്രിയൊന്നും ചിലതൊന്നും ഒരുക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ എപ്പോഴൊക്കെ വന്നിട്ട് ഈ തുണി മടക്കലും അങ്ങനത്തെ അലക്കാനുള്ളതും ഒക്കെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അടുക്കളയിലേക്കൊന്നും എത്തിപ്പെടാറില്ല. കാരണം നമുക്ക് രാത്രി വൈകി വന്നാൽ കുറേ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ. തുണികളൊക്കെ മടക്കി വെക്കുക, മക്കളെ പഠിപ്പിക്കുക, സ്കൂളത്തെ കാര്യങ്ങൾ, മദ്രസത്തെ കാര്യങ്ങൾ, അങ്ങനെ. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്കൂളത്തെ കാര്യങ്ങളൊന്നും വല്ലാതെ ശ്രദ്ധിക്കാനുണ്ടാവില്ല. അപ്പോൾ പിന്നെ മദ്രസത്തെ കാര്യങ്ങളും പിന്നെ അവരുടെ ഡ്രസ്സും കാര്യവും ഒക്കെ നമ്മൾ ഇങ്ങനെ രാത്രി എടുത്ത് വെച്ച് സെറ്റാക്കി കൊടുക്കലുണ്ടോ. എന്നാൽ രാവിലെ നമുക്ക് അങ്ങനത്തെ ഭാരം കുറേ കുറഞ്ഞ് കിട്ടും. അങ്ങനെ അടുക്കളേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ആ മേശയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കേട്ടോ. ഏകദേശം ഒരു 8-8:30 ആയിട്ടോ ഈ ടൈമിൽ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ തീർക്കലുണ്ട്. ഇതിലൊക്കെ തന്നെ നമ്മൾ എന്താ പറയുക രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാലോ കേട്ടോ ഇങ്ങനെയൊക്കെ തീരുക. അല്ലെങ്കിൽ നമ്മൾ വൈകി എണീറ്റാൽ നമ്മുടെ കാര്യം അന്ന് പറയേ വേണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ പിന്നെ സിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്ത് പോയി ഞാൻ പറഞ്ഞല്ലോ രാത്രി കുറച്ച് തുണികളൊക്കെ മടക്കി വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ കബോർഡിലേക്ക് വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. പല എന്താ പറയുക നമ്മളെ ടൈമിനനുസരിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ ആണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. നമുക്ക് എങ്ങനെയാണോ ഈസി അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക. നമ്മൾ തന്നെ ഈ ചെയ്ത് പോകണമെന്നൊന്നും നിർബന്ധം പിടിക്കാതെ നമുക്ക് തോന്നുമല്ലോ എത്രത്തോളം എങ്ങനെ ചെയ്താലാണ് ഈസി എന്നുള്ളത്. അത് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചത് എല്ലാതും ഒന്ന് കബോർഡിലേക്ക് വെക്കട്ടെ കേട്ടോ. ചിലപ്പോൾ കരുതും ഇനി മടക്കി വെക്കലൊന്നുമില്ല, വല്ല ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് അതിലൊക്കെ ഡ്രസ്സ് വെക്കാമെന്നില്ല. എന്നാൽ വല്ലാതെ എല്ലാവരും പറയട്ടോ എന്നോട് കുട്ടികൾക്കൊക്കെ ഇനി അങ്ങനെ ചെയ്താൽ മതി, വല്ല ബാസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് അതിലേക്ക് അങ്ങനെ ഇട്ടാൽ മതി എന്നുള്ളത്. ഈ മടക്കാനും പിടിക്കാനൊക്കെ ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ആരോടെങ്കിലും പറയട്ടോ. അപ്പോൾ അവരെന്നോട് പറയുന്നത് കേട്ടോ ഇങ്ങനെ ബാസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് അതിൽ വെച്ചാൽ. പക്ഷേ ഞാൻ ആദ്യം വിചാരിക്കും അങ്ങനെ ചെയ്യാമെന്നില്ല. പിന്നെ വിചാരിക്കും അല്ല മടക്കി വെക്കാം എപ്പോഴെങ്കിലും ടൈമോ കണ്ടെത്തിയിട്ട് മടക്കി വെക്കാമെന്നില്ല കേട്ടോ. അങ്ങനെ അകം അടിച്ച് വാരി തുടച്ച് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഇത്തിരി നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം മക്കൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി പോയാൽ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനിലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് കുക്കറിൽ റെഡിയാക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കാനായിട്ട് മസാലയും ഒക്കെ റെഡിയാക്കുന്നുണ്ടോ. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെയും ഓക്കെ, താങ്ക് യു.